കോടതി വിധി മാനിക്കുന്നുവെന്ന് VM വിനു പ്രതികരിച്ചു. വോട്ടുറപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംവിധാനം പരാജയപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ UDF-നൊപ്പം പ്രചാരണ രംഗത്തുണ്ടാകുമെന്നും VM വിനു മീഡിയ വണ്ണോട് പറഞ്ഞു. പാർട്ടിക്ക് പാളിച്ച സംഭവിച്ചെങ്കിൽ ഗൌരവമായി പരിശോധിക്കുമെന്ന് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാറും പറഞ്ഞു. കല്ലായി ഡിവിഷനിലെ സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. കോടതി വിധി മാനിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കക്ഷികളെ ഏർപ്പാടാക്കിയിരിക്കുന്നത് ഇതിനൊക്കെയാണല്ലോ. വീടുകളിൽ വന്നിട്ട് ആരൊക്കെയാണ് വോട്ടിലെ ഇന്ന ഒരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ, മരിച്ചുപോയോ, ഇതിനൊക്കെ വോട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് ചേർത്തി കൊണ്ടുപോകാൻ കുറെ ആൾക്കാർ ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ കുറച്ച്. അപ്പൊ അവര് വന്ന് നോക്കിയിട്ട് ഇപ്പൊ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ഇലക്ഷൻ വന്ന് എനിക്ക് വോട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ടല്ലല്ലോ പോകാറ്, ഇവർ ഇങ്ങോട്ടല്ലേ വരുന്നത്. അത് ചേർക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തം. അത് അമ്പേ പരാജയപ്പെട്ടു തന്നെ എനിക്ക് പറയാനുള്ളൂ. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടി എന്ന നിലക്ക് ആ കോടതി വിധി പൂർണ്ണമായും അംഗീകരിക്കും. അത്തരമൊരു വീഴ്ചകൾ ഉണ്ടായോ എന്ന് പാർട്ടി പരിശോധിക്കും. ആ പ്ലാൻ ബിയുടെ ഭാഗമായിട്ട് പുതിയ സ്ഥാനാർത്ഥിയെ ഇന്നത്തെ കോർ കമ്മിറ്റി കൂടി നേതാക്കളുമായി ആലോചിച്ച് നാളെ പ്രഖ്യാപിക്കും. VM വിനുവിനെ മത്സരിപ്പിക്കുന്നത് വെറും കൗൺസിലറാക്കാനല്ല, പക്ഷേ മേയർ സ്ഥാനാർത്ഥി ആരെന്ന് UDF പ്രഖ്യാപിക്കും പറഞ്ഞു. അതുപോലെ തന്നെ T. നന്ദഗോപാൽ ചേരുന്നുണ്ട്. നന്ദഗോപാൽ, കനത്ത തിരിച്ചടിയാണ് കോഴിക്കോട്ടെ കോൺഗ്രസിനുണ്ടായിരിക്കുന്നത്. കാരണം സാധാരണ സ്ഥാനാർത്ഥിയല്ല, അതിനപ്പുറത്തേക്ക് മേയർ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾക്കാണ് ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഇനി ഉണ്ടാകുമെന്നാണോ വിനു പറയുന്നത്? ഒപ്പം തന്നെ DCC അടുത്ത സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് എപ്പോഴായിരിക്കും പ്രഖ്യാപിക്കുക? കോൺഗ്രസിന് വലിയ തിരിച്ചടി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും കോഴിക്കോട് കോർപ്പറേഷൻ പിടിച്ചെടുക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചത്. അതിൽ തന്നെ ഏറ്റവും പ്രമുഖനായ വ്യക്തിയായിരുന്നു VM വിനു. മേയർ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചരണ പരിപാടികൾക്കൊക്കെ തന്നെ കോൺഗ്രസ് പ്രാരംഭം കുറിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനിടെയാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. അത് കോൺഗ്രസിനെ സംബന്ധിച്ച വലിയൊരു തിരിച്ചടിയാണ്. ഇനി കോൺഗ്രസിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം VM വിനുവിനെ പോലെ തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയെ ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. മേയർ സ്ഥാനാർത്ഥിയായി മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും മറ്റ് PM നിയാസ് ഇവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രമുഖനായ വ്യക്തിയെ കൂടി സ്ഥാനാർത്ഥിയായി കൊണ്ടുവരിക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച മുന്നിലുള്ള ഒരു കാര്യം. അത് നാളെ തന്നെ പ്രഖ്യാപിക്കുമെന്നുള്ളതും കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൗത്തിലും കോൺഗ്രസിന് സമാനമായ ഒരു പ്രതിസന്ധി ഉണ്ടായി. അവിടെ ബിന്ദു കമരക്കണ്ടിയുടെ സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടു. പിന്നീട് അവിടെ രമ്യ K എന്ന് പറയുന്ന ഒരു പുതിയ സ്ഥാനാർത്ഥിയെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ വിനുവിന്റെ കാര്യത്തിൽ ഇത്ര പെട്ടെന്ന് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധിക്കില്ല. പക്ഷേ അത് നാളെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ വിനുവിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയും അവർ പറഞ്ഞൊരു കാര്യം, ഈ കോടതി അതായത് ഈ ഒരു പട്ടികയിലില്ല എന്ന് വന്നതിന് പിന്നാലെയും ഇവർ പറഞ്ഞത് സെപ്റ്റംബറിൽ അവസാനം വന്ന ഒരു കരട് പട്ടിക അതിൽ പോലും ഇവർ പരിശോധിച്ചില്ല എന്നുള്ളത് DCC പ്രസിഡന്റ് തന്നെ പറയുന്നുണ്ട്. അതിനവർ ന്യായീകരണമായി പറയുന്നത് വിനുവിനെ പോലെ കോഴിക്കോട് നഗരത്തിൽ തന്നെ നിന്ന അവിടെ നിന്നും ഒരിക്കൽ പോലും മാറി താമസിക്കാത്ത വ്യക്തിക്ക് വോട്ടുണ്ടാകില്ല എന്നുള്ളത് തങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. VM വിനുവും ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇത്രയും പ്രമുഖനായ ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്ന സമയത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് മാർത്തേണ്ട ഒരു പരിശോധന ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ കോൺഗ്രസ് ഏത് സ്ഥാനാർത്ഥിയെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നന്ദഗോപാൽ, ഈ വീഴ്ച അത് DCC അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. വാർത്താ സമ്മേളനത്തിൽ DCC അധ്യക്ഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒപ്പം ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ VM വിനു തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഇതിലൊരു വിഷമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പ്രകടമാക്കിക്കൊണ്ട് മാറി നിൽക്കാനാണോ സാധ്യത, ഇല്ലെങ്കിൽ സജീവമായിട്ട് പ്രവർത്തനത്തിനുണ്ടാവും? കോൺഗ്രസ് പൂർണ്ണമായും ആ വീഴ്ച സമ്മതിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. അതായത് ഇത് ഒന്നുകൂടെ പരിശോധിക്കും, വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുമെന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത്. പക്ഷേ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ ഇവർ വീണ്ടും പറയുന്ന കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വന്ന വീഴ്ചയാണ് ഇങ്ങനെ പേരില്ലാതിരിക്കാൻ കാരണമായത്. അത് BLO ഉൾപ്പെടെയുള്ളവരാണ് ഇതിന് കാരണക്കാർ എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ ഒരു വശത്ത് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടെ പരിശോധിക്കുമെന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും വീട് കയറി ഉൾപ്പെടെയുള്ള വോട്ട് നോക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നടക്കുന്നതാണ്, ഗ്രൗണ്ട് വർക്ക് നടക്കുന്നതാണ്. പക്ഷേ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പല മേഖലകളിൽ നിന്നും ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ് ഇങ്ങനെ ഒരു വീഴ്ച ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കും. അതേസമയം VM വിനുവിനെ മാറ്റി നിർത്തില്ല എന്നുള്ളതാണ് അറിയുന്നത്. അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി
പരിപാടികളിൽ കൊണ്ടുവരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. നാളെ മറ്റന്നാൾ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അവസാന തീയതിയാണ്. അത് കഴിഞ്ഞ് പ്രചരണ രംഗത്ത് വലിയ സജീവമായ പ്രചരണ പരിപാടികൾ നടക്കും. ഈ സമയത്ത് കൃത്യമായി വിനുവിനെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രചരണം നടത്താനാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്.